തിരുവനന്തപുരത്ത് ഒരു മാളിലെ പോലീസുകാരന് കുറച്ച് പിള്ളേരെല്ലാം കൂടെ പഞ്ഞിക്കിട്ട ഒരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ? ആ വിഷ്വൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. അപ്പം ഈ കാക്കി ദേഹത്ത് കയറുമ്പോഴത്തേക്ക് ചെകുത്താൻ്റെ സ്വഭാവം കാണിക്കുന്ന കുറേ എണ്ണം നമ്മുടെ ഈ കേരള പോലീസിലുണ്ട്. അതായത് നല്ല പോലീസുകാർക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ചില ആളുകൾ. അത് കാക്കി ഊരിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അത് വേറെ ലെവലാണ്. എന്തായാലും DYFI പിള്ളേരാണിത് തല്ലിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ന്യൂ ഇയർ സമയത്ത് ഒരു കാരണവുമില്ലാണ്ട് 2 പിള്ളേരെ തലയടിച്ച് പൊട്ടിച്ചിട്ടുള്ള ഒരുത്തനാണ് ഈ പോലീസുകാർ. ഇപ്പം മാസ്ക് ഒക്കെ ഇട്ട് കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ഇവർ രണ്ടും കൂടെ മാളിലൂടെ നടന്നു വരുമ്പോഴാണ് ഈ പിള്ളേർ കയറി മേയുന്നത്. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു വിഷ്വലാണ് ഈ പോലീസുകാരൻ തല്ലുന്നത്. അതൊരു പോലീസുകാരെ തല്ലിയത് കൊണ്ട് വലിയൊരു എന്താ പറയുക ഒരു പ്രചോദനമാക്കി എടുക്കുകയൊന്നും വേണ്ട. കാരണം നമ്മുടെ നിയമപാലകരാണ്, നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും സംരക്ഷണം ഒരുക്കേണ്ടവരാണ് പോലീസുകാർ. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം, തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അതിനകത്തൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതുപോലെ തെണ്ടിത്തരം കാണിക്കുന്നവന്മാരെ കൈകാര്യം ചെയ്യും പിള്ളേർ എന്ന് മനസ്സിലാക്കുക. കാരണം ജനറേഷൻ വേറെയാണ്. ഇപ്പം കാക്കിയോടുള്ള ബഹുമാനം അത് ഊരിക്കഴിഞ്ഞാൽ പട്ടിയുടെ വില പോലും ഇവിടെയുള്ള ആളുകൾ പോലീസുകാർക്ക് കൊടുക്കാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഒരുപാട് നല്ല പോലീസുകാരുണ്ട്, സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴേക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ മോശം വരുത്തുന്ന ചില ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയൊരു പ്രചോദനമായിട്ട് അല്ലെങ്കിൽ പോലീസുകാരെ തല്ലിയത് വലിയ ഹീറോയിസം ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. പക്ഷേ ഈ ഒരു കാരണമില്ലാണ്ട് തല്ലിയത് കൊണ്ടാണ് ഈ പിള്ളേർ കയ്യിൽ ഒത്തു കിട്ടിയപ്പോഴത്തേക്ക് കാക്കി ഇല്ലാത്തത് കൊണ്ട് എടുത്തിട്ടങ്ങ് കിളച്ചത്. അപ്പോൾ എന്തായാലും കിട്ടിയത് നല്ലതിന്, ഇനി കിട്ടാതിരിക്കാൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ കേരള പോലീസിനെതിരെയാണെന്നൊന്നും ആരും പറഞ്ഞു കളയല്ല കേട്ടോ. കാരണം ഇതുപോലുള്ളവരെ മാത്രം നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.